ക്വസ്റ്റ്യൻ നമ്പർ 21 ഒരു ന്യൂമറിക്കൽ ടൈപ്പ് ചോദ്യമാണ്. എ സിമ്പിൾ പെൻഡുലം മെയ്ഡ് അപ്പ് ഓഫ് മാസ് 10 gram ആൻഡ് എ മെറ്റാലിക് വയർ ഓഫ് ലെങ്ത് 10 centimeter ഈസ് സസ്പെൻഡഡ് വെർട്ടിക്കലി ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 2 ടെസ്ല. അപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലം ഉണ്ടായിരുന്നു, അതിൻ്റെ മാസ് 10 gram, മെറ്റാലിക് വയറിൻ്റെ ലെങ്ത് 10 centimeter ഈസ് സസ്പെൻഡഡ് യൂണിഫോംലി ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 2 ടെസ്ല. മാഗ്നറ്റിക് ഫീൽഡ് 2 ടെസ്ലയാണ്. The magnetic field direction is perpendicular to the plane of oscillation of the pendulum. If the pendulum is released at an angle 60 degree, ഒരു 60 ഡിഗ്രി ആംഗിളിൽ നിന്നാണ് പെൻഡുലം നമ്മൾ റിലീസ് ചെയ്തിട്ടുള്ളത്. Then the maximum EMF induced. ഓക്കെ, അപ്പോൾ ഇത് EMI ചാപ്റ്ററും അതേപോലെ തന്നെ നമ്മുടെ വർക്ക് എനർജി, ഓസിലേഷൻ എല്ലാം കൂടിയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് ഒരു പെൻഡുലം നമ്മൾ ഇവിടുന്ന് റിലീസ് ചെയ്തു, അതിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ അതിൽ പെൻഡുലത്തിൻ്റെ ആ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് മെറ്റൽ വെച്ചിട്ടാണ്. അപ്പോൾ അത് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു റോഡ് നീങ്ങുന്ന പോലെ തന്നെ അല്ലേ. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഈ റോഡ് എന്ത് ചെയ്യുന്നുണ്ട്, താഴേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫ്ലക്സിൽ ചേഞ്ച് വരും. ഫ്ലക്സിൽ ചേഞ്ച് വരുമ്പോൾ അവിടെ EMF ഉണ്ടാകും. ആ EMFിൻ്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഇതിൽ നിങ്ങൾ അറിയണം, ഒരു v വെലോസിറ്റിയിലൂടെ ഒരു കണ്ടക്ടർ നീങ്ങുകയാണെങ്കിൽ അതിനെ മോഷണൽ EMFിന്റെ ഫോർമുല BLV ആണ്. ഒരു ജനറേറ്റർ കറങ്ങുകയാണെങ്കിൽ EMFിന്റെ ഫോർമുല E0 sin ωt ആണ്. ഒമേഗ വെലോസിറ്റിയിൽ ഒരു കണ്ടക്ടർ കറങ്ങുന്നുണ്ടെങ്കിൽ അതിന് റൊട്ടേഷണൽ EMF. നമുക്ക് 3 EMF ആണ് പഠിക്കാനുള്ളത്. v വെലോസിറ്റിയിലാണ് നീങ്ങുന്നതെങ്കിൽ BLV. ജനറേറ്റർ കറങ്ങുകയാണെങ്കിൽ നമുക്ക് E0 sin ωt. ജനറേറ്ററിന്റെ EMF E0 sin ωt. ഓക്കെ, ഇനി ഒരു ഒമേഗ വെലോസിറ്റിയിൽ ഒരു കണ്ടക്ടർ നീങ്ങുകയാണെങ്കിലോ ½ L² ω. ഇതെന്താണ്, ഒരു പെൻഡുലം നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒമേഗ സ്പീഡിൽ ഇത് കറങ്ങുന്നുണ്ട് അല്ലേ, ഒമേഗ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ EMFിന്റെ ഫോർമുല എന്താണ്, ½ L² ω. ആ ഇക്വേഷൻ NCERTയിലെ ഫോർമുലയാണ്, നമ്മൾ ഓർത്തു വെക്കണം. അതിൽ മാഗ്നറ്റിക് ഫീൽഡ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഒമേഗ അറിയില്ല. ഓക്കെ, അപ്പോൾ അറിയാത്തത് ആരാണ്, ഒമേഗ. വി നോ ദാറ്റ് ഒമേഗ എന്ന് പറയുമ്പോൾ V/R ആണ്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി കണ്ടാൽ മതി. റേഡിയസ് ഓൾറെഡി അറിയാം, റേഡിയസ് എന്ന് പറയുമ്പോൾ ലെങ്ത് ആണ്. സോ എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, അതിൻ്റെ വെലോസിറ്റിയാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റി നമുക്ക് വർക്ക് എനർജി പവർ എന്നുള്ള ചാപ്റ്ററിൻ്റെ ഐഡിയ യൂസ് ചെയ്തിട്ട് വി ക്യാൻ ഏബിൾ ടു ഫൈൻഡ് ദ വെലോസിറ്റി. നമുക്ക് വെലോസിറ്റി കാണാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലെങ്ത് 10 centimeter ആണ് അല്ലേ, ആ റോപ്പിൻ്റെ ലെങ്ത് 10 ആണ്. അപ്പോൾ ആദ്യം നമുക്കൊരു കാര്യം അറിയാം, ഈ ബോബ് ഇവിടെ ഇരിക്കുന്ന സമയത്ത് അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവാറ്. ആ ബോബ് അവിടെ റെസ്റ്റിലല്ല, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി റിലീസ് ചെയ്ത് അത് ഇവിടെ എത്തുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, ഇവിടെ എത്തുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എനർജി കൺസർവേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ദ ഹോൾ പൊട്ടൻഷ്യൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. റെഡി അല്ലേ. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല ആരാണ്, mgh. കൈനറ്റിക് എനർജിയുടെ ഫോർമുല ½ m × v². അതിൽ m നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി. Therefore v² is equal to 2gh ആണ്. ഇനി ആകെയുള്ള പ്രശ്നം h അറിയണം. എല്ലാ കേസിലും h എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരത്തിനെയാണ് നമ്മൾ ഹൈറ്റ് h എന്ന് പറയാറ്. അപ്പോൾ ആ h ആണ് വേണ്ടത്. ആ h കണ്ടുപിടിക്കാൻ നമുക്കൊരു കാര്യം നോക്കാം. ഇത് 10 centimeter. ഓക്കെ, അതിന് ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്. എനിക്ക് ഇതിനെ രണ്ടെണ്ണമായിട്ട് റിസോൾവ് ചെയ്യാം. ഒരു കമ്പോണൻറ്റ് ഇങ്ങോട്ടും ഉണ്ടാകും, ഒരു കമ്പോണൻറ്റ് ഇങ്ങോട്ടും ഉണ്ടാകും. അപ്പം ഞാൻ ഇതിനെ രണ്ടെണ്ണമായിട്ട് റിസോൾവ് ചെയ്യാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ടുള്ള ആ 10 centimeter ഞാൻ ഇങ്ങോട്ടൊരു കമ്പോണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്ര വരും, a cos θ. ഇതിൻ്റെ വാല്യൂ 10 ആയതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ എത്ര വരും എന്നറിയോ, 10 ആണ്. സെൻറ്റിമീറ്ററിനെ കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ആൻസർ സെൻറ്റിമീറ്ററിൽ എഴുതാം. അപ്പോൾ 10 cos θ. അപ്പോൾ ഇവിടെ cos 60 എന്ന് വരും. cos 60ൻ്റെ വാല്യൂ 1/2. അപ്പോൾ 10 × 1/2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആണ്. സോ 5 centimeter. അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം, ഇവിടെ മുതൽ ഇതുവരെയുള്ള ദൂരം എത്രയാണ്, 5 centimeter ആണ്. ഇനി ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് 10 അല്ലേ. കാരണം എന്താണ്, ടോട്ടൽ ലെങ്ത് 10 ആവാൻ കാരണം റോപ്പിൻ്റെ ലെങ്ത് 10 ആണ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുതൽ ഇതുവരെ റോപ്പിൻ്റെ ലെങ്ത് 10 ആണ്. അപ്പോൾ ഈ ദൂരം 5 ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ദൂരം എന്ത് വരും, 5 വരും. നമുക്ക് എന്താണ് വേണ്ടത്, ഇവിടെ മുതൽ ഇതുവരെയുള്ള ദൂരമല്ലേ അതിൻ്റെ ഹൈറ്റ്. ആ ഹൈറ്റ് തന്നെയാണ് അതിൽ 5 centimeter എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹൈറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Therefore v² is equal to or v equal to √2gh. ജിക്ക് നമുക്ക് എന്ത് എഴുതാം, 10 എന്ന് എഴുതാം. ആൻഡ് എച്ചിൻ്റെ വാല്യൂ എത്രയാണ് നമ്മൾ ചെയ്തത്, എച്ചിൻ്റെ ഹൈറ്റിൻ്റെ വാല്യൂ 5 ആണ്. സെൻറ്റിമീറ്ററിൽ ആയതുകൊണ്ട് 10⁻². ഓക്കെ, 10⁻². സോ ദിസ് ഈസ് ഈക്വൽ ടു √2
5 into 2 10, 10 into 10 100, 100 into 10 raised to minus 2 എന്ന് പറയുമ്പോൾ 1 ആണ്, റൂട്ട് 1 1. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി നമുക്ക് മനസ്സിലായി 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് ഈ ബോബ് ഇവിടെ എത്തുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി എത്രയാണ്? 1 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? മോഷണൽ ഇ എം എഫിൻ്റെ ഇ എം എഫ് ആണ് വേണ്ടത്, റൊട്ടേഷണൽ ഇ എം എഫിൻ്റെ ഇ എം എഫ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു ഹാഫ് ബി എൽ സ്ക്വയർ ഒമേഗ. ഒമേഗക്ക് പകരം എനിക്ക് വി ബൈ ആർ എന്ന് എഴുതാം, ബിക്കോസ് വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ, ദെയർഫോർ ഒമേഗ ഈക്വൽ ടു വി ബൈ ആർ. നമുക്ക് വാല്യൂ കൊടുക്കാം, ഹാഫ് ഇൻറ്റു ബി അല്ലേ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ ക്വസ്റ്റനിൽ 2 തന്നിട്ടുണ്ട്. ദെൻ ലെങ്ത്തിൻ്റെ വാല്യൂ 10 ആണ് അല്ലേ, സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് 10 raised to minus 2, ലെങ്ത്തിന് സ്ക്വയർ ഉണ്ട്. ഇൻറ്റു വെലോസിറ്റി നമ്മളിപ്പോൾ കണ്ടു 1 ആണ്. റേഡിയസിൻ്റെ വാല്യൂ, റേഡിയസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലെങ്ത് അല്ലേ, റേഡിയസ് എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ഇതുവരെയുള്ള അതിൻ്റെ ദൂരമാണ്, അത് എത്രയാ? 10 ആണ്. 10 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് 10 raised to minus 2 എന്ന് എഴുതാം. ഇതിൽ ഈ ഒരു ടേമും കട്ട് ചെയ്ത് പോയി, ഈ 2 2 കട്ട് ചെയ്ത് പോയി. ഇനി ആരാ ബാക്കിയുള്ളത്? 10 into 10 raised to minus 2. ഇതിൽ ഓപ്ഷൻസിൽ എഴുതിയിട്ടുള്ളത് മില്ലി വോൾട്ടിലാണ് അല്ലേ. അപ്പം മില്ലി വോൾട്ട് എന്ന് പറയുമ്പോൾ ഇതിനെ ഞാൻ 100 ആക്കി, അപ്പോൾ 10 raised to minus 2 ഉള്ളത് -3 ആയിട്ട് മാറി. സോ 100 മില്ലി വോൾട്ട് ആണ് ആൻസർ വരിക. 100 മില്ലി വോൾട്ട്. 100 into 10 raised to minus 3 എന്ന് പറയുമ്പോൾ 100 മില്ലി വോൾട്ട്. അപ്പോൾ ഈ ചോദ്യം ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ ഇ എം എഫ് ഹാഫ് ബി എൽ സ്ക്വയർ ഒമേഗയാണ്. ബാക്കി നമ്മൾ വർക്ക് എനർജി പവർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് ആൻസർ കിട്ടി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.